Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ഈ ഒരു വാർത്ത കണ്ടിട്ടാണ്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാത്തതിന് ഒരു കുട്ടി അവന്റെ അമ്മയെ കത്തി കൊണ്ട് കുത്തി. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യാം, പാരൻസിന് ഷെയർ ചെയ്യുക. ഈ കുട്ടികൾ ഈ വീഡിയോ കാണണ്ട, കാരണം അതും ഗെയിം കളിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ തീരെ കാണണ്ട. അവര് ഇനി എന്റെ കമന്റ് ബോക്സിൽ തെറി വിളിച്ചാൽ ഞാൻ അത് ലീഗൽ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ചെറിയ കുട്ടിയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നോക്കില്ല. കാരണം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി, അവന് പരീക്ഷാ സമയത്ത് ആ കുട്ടിയുടെ അമ്മ ഫോൺ മാറ്റി വെച്ചു. വാശിയായി കത്തി എടുത്തിട്ട് ആ കുട്ടി അമ്മേനെ കുത്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആ കുട്ടിക്ക് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടെന്ന്. യെസ്, കാരണം അതാണ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയാം. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഗംഗ, അവരായിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടാണ്, ഓതന്റിക് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പും പബ്ജി കളിച്ചിട്ട് ഇങ്ങനത്തെ ഡിസോർഡർ ഉള്ള പേഷ്യൻസ് ഗംഗേന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ക്യൂർ ചെയ്തത് ഇതിനു മുമ്പുള്ള പബ്ജി നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് പൊങ്ങാല കിട്ടിയിട്ടുണ്ടായിരുന്നു ഇയേഴ്സ് ബാക്ക്. അതേപോലെ പബ്ജി നിരോധിച്ചു ഇന്ത്യയില്, ചൈന ബേസ്ഡ് ആയതുകൊണ്ട്. ടെൻസെന്റിന് പോയി എന്നല്ലാണ്ട് അത് പേര് മാറി BGMI ആയിട്ട് വന്നു, ഫ്രീ ഫയർ ഉണ്ട്, അങ്ങനെയുള്ള ഗെയിംസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു എഡിക്ഷനാണ്. ഗെയിമിംഗ് എന്ന് പറയാൻ വെച്ചാൽ ശരിക്കും എഡിക്ഷനാണ്. ഇത് ഡോക്ടർ ഗംഗേന്റെ വാക്കുകളാണ്. അപ്പം അത് ഞാനിവിടെ പറയുന്നേ ഉള്ളൂ. ആ എഡിക്ഷൻ, ഇപ്പൊ നമ്മൾ മദ്യം മയക്കുമരുന്ന് പറയണ അതേപോലെ ഒരു എഡിക്ഷനാണ് ഈ ഗെയിമിങ്. അത് ആ സമയത്ത് ആൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ആ കുട്ടി അത് ചെയ്തത്. അപ്പം ഗെയിം കളിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? സത്യം പറയാൻ വെച്ചാൽ ഗെയിം, ഞാനിപ്പോ എന്റെ ഫോണിൽ ചെറിയ ചെറിയ പസിൽ ഗെയിംസ് അങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിക്കും എന്നല്ലാണ്ട് ഹെവി ഗെയിംസ് കളിക്കുന്നത് ശരിയല്ല. അത് മീൻസ് വയലൻസ് കൂടുതലായിട്ടുള്ള ഗെയിംസ് നമ്മൾ കളിക്കുമ്പം നമ്മുടെ മൈൻഡും വയലൻസിലേക്ക് പോകും. പണ്ട് ഞാൻ GTA ഞാൻ കളിച്ചിട്ടില്ല എന്ന് പറയില്ല. പണ്ട് ഞാൻ GTA വൈസ് സിറ്റി ഒക്കെ ഉള്ളപ്പോൾ നല്ലോണം കളിക്കായിരുന്നു. പക്ഷെ അതൊരു മൈൻഡ് തന്നെ നമ്മുടെ ചേഞ്ച് ആവുന്ന ടൈമാണ്. ഗോ ആൻഡ് കിൽ, ആ ഒരു സ്റ്റൈലാണ്. പിന്നെ പബ്ജി വന്നു, അതിൻ്റെ ഇടയിൽ മിനി മിൽറ്റ വന്നു, പിന്നെ പബ്ജി വന്നു. ഇതൊന്നും നമ്മൾ കളിച്ചിട്ടില്ല. നമുക്ക് ബോർഡ് ഗെയിം, പസിൽ, ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ വെച്ചാൽ ഞാൻ കളിക്കും. ഞാൻ തീരെ ഗെയിം കളിക്കാത്ത ഒരു വ്യക്തിയല്ല എന്ന് ഞാൻ പറഞ്ഞേക്കാം. കാരണം ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ടുള്ള ചെറിയ ചെറിയ ഇപ്പൊ ചെസ്, നമ്മുടെ ബ്രെയിന് നല്ലോണം റീഫ്രഷ് ചെയ്യും. ചെസ് ഞാൻ കളിക്കും. എൻ്റെ ഫോണിലുള്ള ഗെയിംസ് അതൊക്കെ തന്നെയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മോള് കൂടി ഇരുന്ന് ചിരിക്കുന്നത്. കാരണം ഞാൻ ചെറിയ ചെറിയ ഗെയിംസ് ആണ് കളിക്കാറ്. അപ്പൊ ആ ഒരു ഗെയിംസ് കളിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് റീഫ്രഷ്. പക്ഷെ അതിന് പകരം ഹെവി ഗെയിംസ് ആയിട്ടുള്ള ഈ ഇത് കളിക്കുമ്പം ഒരു യൂട്യൂബേഴ്സും അതിനെതിരായിട്ട് പറയാറില്ല. പക്ഷെ ഞാനിത് ഇവിടെ പറയുന്നുണ്ട്. കാരണം പല യൂട്യൂബേഴ്സും ഫോൺ റിവ്യൂ ചെയ്യണ ആൾക്കാരെന്നെ ഈ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ ഇതിന് പറഞ്ഞ എന്താ വെച്ചാൽ കുട്ടിക്ക് കൊടുക്കാത്തപ്പോ പിന്നെ ഇത് ശരിക്കും ഒരു ഗാംബ്ലിംഗ് പോലെ. ഇതിന്ന് പൈസ കിട്ടുമെന്ന് പറയുന്നുണ്ട്, കിട്ടും, പക്ഷെ അതിൽ കൂടുതൽ പോണുണ്ട്. ഓൺലൈൻ ഗെയിംസിന്റെ പിന്നിൽ കുറെ തട്ടിപ്പുകളുണ്ട്. എല്ലാ ഗെയിംസും പ്രോഗ്രാം ചെയ്ത് വെക്കുക കമ്പനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞത് ഇത് കമ്പനിക്ക് എന്ന് പറയും, ഈ കറക്കി കുത്തിലൊക്കെ. അത് പറയണ പോലെ അവർക്ക് കിട്ടല്ലാണ്ട് ഈ പ്ലേയേഴ്സിന് ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ട് ബാക്കി ഫുള്ള് അവരെടുക്കുക ചെയ്യുക. ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ വയലൻസ് ഉള്ള ഗെയിം ആദ്യമേ കൊടുക്കാതിരിക്കുക. പിന്നെ കുട്ടികളുടെ ഫോണ് ട്രാക്ക് ചെയ്യുക, അവരെന്താ ചെയ്യുന്നത്, അതിനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പാരന്റ്സിന് എങ്ങനെ ഗൂഗിളിലെ അസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് പാരന്റൽ കൺട്രോളുള്ള അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യാം. അപ്പം എൻ്റെ മക്കൾ അതൊന്നും ചെയ്യില്ല എന്നാണ് ആദ്യം പറയാം. പക്ഷെ ആ ഒരു അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ടോ? ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിനും അക്കൗണ്ട് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക, അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ടോ. കാരണം നിങ്ങളുടെ ഇപ്പം ഗവൺമെന്റ് ലിങ്ക് ചെയ്തിട്ട് സ്കോളർഷിപ്പ് വരാനുള്ളത് ഗെയിമിന്റെ പൈസ ആയിരിക്കും വരിക. ഇപ്പൊ പല കുട്ടികളുടെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോണതും
ചിലപ്പോൾ നമ്മൾ അവർക്ക് പോക്കറ്റ് മണി ഇട്ട് കൊടുക്കണ പൈസ ഉണ്ട്, അത് ഇതിന്റെ ക്ലോത്ത് വാങ്ങിയിട്ടും അല്ലെങ്കിൽ ഗാംബ്ലിങ് ചെയ്തിട്ടും അങ്ങനത്തെ ആഡ്സ് ഇഷ്ടംമാതിരി ഫോണിൽ വരുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇത് ശരിക്കും പറയാൻ ഒരു ഗെയിമിംഗ് ഡിസോർഡർ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജിസ്റ്റ് ഗംഗേരി സംസാരിച്ചപ്പോൾ ഇതൊരു ഗെയിമിംഗ് ഡിസോർഡർ ആണ്, എഡിക്ഷൻ ആണ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ ചെയ്യണ്ടോന്ന് അവരുടെ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ അത് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ ഫോണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആപ്പ് ലോക്കേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് എന്തിനാണ് ആപ്പ് ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ആപ്പ് ലോക്കറിന്റെ പാസ്വേഡ് എന്താ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളോട് ചോദിച്ചിട്ട് അത് നിങ്ങൾ തറവായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഫോൺ ഇൻവിജിലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഒരു കൺട്രോൾ വരാൻ പറ്റുള്ളൂ. കാരണം അവർ ചിലപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, അത് ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലേക്ക് തരുന്നുണ്ട്. അപ്പൊ എവിടെ നിന്ന് ഉണ്ടാക്കി എന്റെ മോൻ ഗെയിം കളിച്ചു, ഇത് അഭിമാനത്തോട് പറയണ അമ്മമാര് അച്ഛന്മാര് നമുക്ക് അറിയാം. പക്ഷെ അത് ഭാവിയിൽ ഇതൊരു അബദ്ധത്തിലേക്കാണ് പോകുന്നത്. അപ്പം മറ്റൊരു വീഡിയോ കാണുവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.